Hello everyone. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്നുള്ള ടോപ്പിക്കാണ്. സോ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ അതുപോലെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. സോ എന്താണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ? നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് dy ബൈ ഡി എക്സ്, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ തുടങ്ങിയ ഡെറിവേറ്റീവ്സ് ആണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉണ്ടാവും, ടി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണെങ്കിൽ അതൊരു സെക്കൻഡ് ഡെറിവേറ്റീവ് ആയിരിക്കും. സോ ഇത്തരത്തിലുള്ള ഡെറിവേറ്റീവ്സിനെയാണ് നമ്മൾ കൂടുതലായിട്ടും ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ കാണുന്നത്. സോ ഇത്തരത്തിലുള്ള ഡെറിവേറ്റീവ്സിൽ ഇപ്പൊ നമ്മളിപ്പോൾ ഈ ഒരു dy ബൈ ഡി എക്സ് എന്നുള്ള ഒരു കേസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ഓക്കെ, എക്സിനെയാണ് നമ്മുടെ വൈ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ വൈ ഒരു ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണെന്ന് പറയും. ഓക്കെ, സോ എക്സ് ഇസ് എൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആൻഡ് വൈ ഇസ് ദ ഡിപ്പെൻഡന്റ് വേരിയബിൾ. സോ ഇത്തരത്തില് ഡിപ്പെൻഡന്റ് വേരിയബിൾസും ഇൻഡിപെൻഡന്റ് വേരിയബിൾസും അവരുടെ ഡെറിവേറ്റീവ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ലെറ്റ്സ് സീ ആൻ എക്സാമ്പിൾ. dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. ഇവിടെ എക്സ് വൈ തുടങ്ങിയ രണ്ട് വേരിയബിൾസ് ഉണ്ട്. അതുപോലെ dy ബൈ ഡി എക്സിനുള്ള ഒരു ഡെറിവേറ്റീവ് ഉണ്ട്. ഇവിടെ എക്സ് ഇൻഡിപെൻഡന്റ് ആണ്, വൈ ഡിപ്പെൻഡന്റ് ആണ്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ടി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 3dy ബൈ ഡി എക്സ് പ്ലസ് 2y ഈക്വൽ ടു 0. ഇവിടെ ഒരു സെക്കൻഡ് ഡെറിവേറ്റീവ് വന്നിട്ടുണ്ട്, ഫസ്റ്റ് ഡെറിവേറ്റീവ് വന്നിട്ടുണ്ട്. സോ വൈ എന്ന് പറയുന്ന വേരിയബിളും വന്നിട്ടുണ്ട്. സോ ഇതെന്താണ്, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉള്ള ഒരു എക്സാമ്പിൾ ആണ്. നമുക്കിനി എന്താണ് ഒരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് നോക്കാം. ഓക്കെ, അതായത് ഒരു ഡെറിവേറ്റീവിന്റെ ഒരു ഫംഗ്ഷന്റെ അല്ലെങ്കിൽ ഒരു വേരിയബിളിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇൻക്ലൂഡ് ചെയ്യുന്ന, ഫസ്റ്റ് ഡെറിവേറ്റീവ് മാത്രം അതിൽ കൂടുതലായിട്ടുള്ള ഡെറിവേറ്റീവ്സ് ഒന്നും, അതായത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതൊരു സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. അല്ലെങ്കിൽ ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ അതൊരു തേർഡ് ഡെറിവേറ്റീവ് ആണ്. സോ ഇത്തരത്തിലുള്ള ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് ഒന്നും ഇൻക്ലൂഡ് ആവാത്ത ഫസ്റ്റ് ഡെറിവേറ്റീവ് മാത്രം ഇൻവോൾവ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെയാണ് നമ്മൾ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ജനറലി ഒരു എഫ് ഓഫ് എക്സ് വൈ വൈ ഡാഷ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. dy ബൈ ഡി എക്സ് പ്ലസ് 2y ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഈ ഒരു കേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താ ഫസ്റ്റ് ഡെറിവേറ്റീവ് മാത്രമാണ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇതൊരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. മറ്റൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ dy ബൈ ഡി എക്സ് പ്ലസ് 20y ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ്. ഇങ്ങനെ എന്താ ഇവിടെയും ഫസ്റ്റ് ഡെറിവേറ്റീവ് മാത്രമാണ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇനി നമുക്ക് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോം നോക്കാം. ജനറലി നമ്മൾ dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ അല്ലെങ്കിൽ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ. ഇവിടെ എം എന്ന് പറയുന്നത് എക്സിന്റെയും എൻ എന്ന് പറയുന്നത് വൈയുടെയും ഒരു ഫംഗ്ഷൻസ് ആണ്. സോ ഇത്തരത്തിലാണ്, ഈ രണ്ട് ഫോമിലാണ് നമ്മൾ കൂടുതലായിട്ടും ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ റെപ്രസെന്റ് ചെയ്യാറ്. ഓക്കെ, സോ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടിരിക്കുന്ന മറ്റൊരു കോൺസെപ്റ്റ് ആണ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെയാണ് നമ്മൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഇതൊരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇവിടെ എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾസും യു എന്ന് പറയുന്ന ഒരു ഡിപെൻഡന്റ് വേരിയബിൾ ആണ് ഇവിടെ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇൻവോൾവ് ചെയ്തതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് മനസ്സിലാക്കിയിരിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ് ഓർഡർ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ അടങ്ങിയിട്ടുള്ള ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിന്റെ ഓർഡറിനെയാണ് നമ്മൾ ഓർഡർ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ ഇവിടെ dy ബൈ ഡി എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എക്സ് എന്നാണ്. ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡെറിവേറ്റീവ് മാത്രമാണ്. ഇതൊരു ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. സോ ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ഓർഡർ എന്താണ്, 1 ആണ്. സോ ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് 1. ഇനി ഈ ഒരു കേസ് നോക്കാം. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 3dy ബൈ ഡി എക്സ് മൈനസ് 4y ഇസ് ഈക്വൽ ടു 0. ഇതിൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുന്ന സെക്കൻഡ് ഡെറിവേറ്റീവും അതുപോലെ dy ബൈ ഡി എക്സ് എന്നുള്ള ഒരു ഫസ്റ്റ് ഡെറിവേറ്റീവും ഇൻവോൾവ് ആയിട്ടുണ്ട്. ഇതിൽ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ആരാണ്,
ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ്. ഇതിന്റെ ഓർഡർ എന്താണ്? 2 ആണ്. സോ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്ന് പറയുന്നത് 2 ആണ്. ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് പ്ലസ് എക്സ് ഇൻറ്റു d square y by dx square minus 2y is equal to e raised to x. ഈ ഒരു കേസിൽ ഇതിന്റെ ഓർഡർ എന്താണ്? 3 ആണ്. കാരണം ഇവിടെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഹയസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് 3 ആയതുകൊണ്ട്. ഓക്കെ, സോ ഇവിടെ ഇതിന്റെ ഓർഡർ 3 ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ഇനി എന്താണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡിഗ്രി എന്നുള്ളത് നോക്കാം. ഹയസ്റ്റ് ഡെറിവേറ്റീവിന്റെ ഡിഗ്രി ഏതാണോ അതായിരിക്കും ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. നേരത്തെ കൺസിഡർ ചെയ്ത എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് ഇൻവോൾവ് ചെയ്തതെന്ന് പറഞ്ഞു. സോ ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ഓർഡർ 1 ആയതുകൊണ്ട് ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ 1 ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഇതിന്റെ ഡിഗ്രി ഏതാ നോക്കാം. സോ ഇതിന്റെ ഡിഗ്രി ആക്ച്വലി 1 ആണ്. സോ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇനി ഈ ഒരു കേസ് നോക്കാം. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 3 ഡി വൈ ബൈ ഡി എക്സ് മൈനസ് 4y ഈക്വൽ ടു 0. ഇവിടെ ഇതിന്റെ ഹയസ്റ്റ് ഡെറിവേറ്റീവിന്റെ ഓർഡർ 2 ആയതുകൊണ്ട് നമ്മൾ ഓർഡർ 2 ആണെന്ന് പറഞ്ഞു. പക്ഷെ ഇതിന്റെ ഡിഗ്രി നോക്കുമ്പോൾ ഈ ഒരു ഡെറിവേറ്റീവിന്റെ ഡിഗ്രി നോക്കുമ്പോൾ അത് 1 ആണ്. സോ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡിഗ്രി എന്താണ്? 1 ആണ്. ഇനി ഈ ഒരു ഇക്വേഷൻ നോക്കാം. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 0. ഇവിടെ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. സോ ഈ ഒരു കേസിൽ ഇതിന്റെ ഓർഡർ എന്തായിരിക്കും? ഓർഡർ 2 ആണ്. ഇനി നമുക്ക് ഇതിന്റെ ഈ ഒരു ഹയർ ഡെറിവേറ്റീവിന്റെ ഡിഗ്രി നോക്കാം. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഡിഗ്രി 2 ആണ്. സോ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡിഗ്രി എന്തായിരിക്കും? ഡിഗ്രി വിൽ ബി ഈക്വൽ ടു 2. ഓക്കെ, സോ ഡിഗ്രിയുടെ കേസിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട 1-2 റിസൾട്ട് ആണ്. അതായത് ലോഗ് dy ബൈ ഡി എക്സ്, ഇ പവർ dy ബൈ ഡി എക്സ്, സൈൻ dy ബൈ ഡി എക്സ്, അതുപോലെ കോസ് dy ബൈ ഡി എക്സ്, ഇത്തരത്തിലുള്ള ടേംസ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കേസിൽ അതിന് ഓർഡർ എക്സിസ്റ്റ് ചെയ്യും, പക്ഷെ ഡിഗ്രി ഉണ്ടായിരിക്കണമെന്നില്ല. ഐ മീൻ ഡിഗ്രി എക്സിസ്റ്റ് ചെയ്യില്ല. ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ ഇവിടെ നമുക്ക് കാണാം സൈൻ dy ബൈ ഡി എക്സ് എന്നുള്ള ഒരു ടേം ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് ഡിഗ്രി എക്സിസ്റ്റ് ചെയ്യില്ല. ഇനി ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓർഡർ എന്തായിരിക്കും? 2 ആയിരിക്കും. ഈ ഒരു എക്സാമ്പിൾ നോക്കി ഇവിടെ ലോഗ് dy ബൈ ഡി എക്സ് ഇൻക്ലൂഡ് ചെയ്തതുകൊണ്ട് തന്നെ ഡിഗ്രി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് 3 ആയത് ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് തേർഡ് ഓർഡർ ആയതുകൊണ്ട് തന്നെ ഓർഡർ 3 ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ കുറിച്ചാണ്. അതായത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഡിപ്പെൻഡന്റ് വേരിയബിൾസും അതുപോലെ ഡെറിവേറ്റീവ്സ് ഒക്കെ ലീനിയർ ആയിട്ടാണ് വരുന്നുണ്ടെങ്കിലും, അതായത് അതിൻ്റെ ഒന്നും പവർ 1-ൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളിതിനെ ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് പറയും. സോ ഇവിടെ നമുക്ക് കാണാം dy ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ് എന്നാണ്. സോ ഇവിടെ എന്താ ഡിപ്പെൻഡന്റ് വേരിയബിൾസും ഡെറിവേറ്റീവ്സും ഒക്കെ ഇതിനെ നമുക്കൊന്ന് ഇന്റർചേഞ്ച് ചെയ്തിട്ട് വേണമെങ്കിൽ dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് സൈൻ എക്സ് എന്ന് എഴുതാം. ഇവിടെ എല്ലാ ടേംസും എന്താണ്? എല്ലാവരുടെയും പവർ 1 ആണ് വന്നിട്ടുള്ളത്. സോ ഇതൊരു ആക്ച്വലി ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എല്ലാ ടേംസിന്റെയും പവർ 1 ആണ്. 1-ൽ കൂടുതലൊന്നും വന്നിട്ടില്ല. സോ ഇത് ആക്ച്വലി ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഓക്കെ, സോ എന്താണ് ഒരു നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് നോക്കാം. അതായത് ലീനിയർ അല്ലാത്ത ഇക്വേഷൻ. ഈ ഒരു കേസ് നോക്കുകയാണെങ്കിൽ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് എക്സ് എന്നുള്ള ഒരു ടേം വന്നിട്ടുണ്ട്. ഇതിന്റെ പവർ ആക്ച്വലി 2 ആണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ് ഇതൊരു
ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ല, ഓർ വി ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഇസ് എ നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി നമുക്ക് എങ്ങനെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത് നോക്കാം. മെയിൻലി നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഈ 7 മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ വ്യത്യസ്ത ഫോമുകളാണ്: വേരിയബിൾ സെപ്പറബിൾ ഫോം, റെഡ്യൂസിബിൾ ടു വേരിയബിൾ സെപ്പറബിൾ ഫോം, ഹോമോജീനസ് ഇക്വേഷൻ, റെഡ്യൂസിബിൾ ടു ഹോമോജീനസ് ഫോം, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദ ഫസ്റ്റ് ഓർഡർ, റെഡ്യൂസിബിൾ ടു ലീനിയർ ഫോം, പിന്നെ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ള ഇത്തരം മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ യൂഷ്വലി സോൾവ് ചെയ്യുന്നത്. നമുക്ക് ഓരോ മെത്തേഡ്സും നോക്കാം. ഫസ്റ്റ് മെത്തേഡ് വേരിയബിൾ സെപ്പറബിൾ ഫോം. g of x into dx plus h of y into dy equal to 0 എന്നുള്ള ഈ ഒരു ഫോമിൽ എഴുതാൻ പറ്റുന്ന ഇക്വേഷൻസിനെയാണ് നമ്മൾ, അതായത് വേരിയബിൾസിനെ നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഈ ഒരു ഫോമിൽ, അതായത് എക്സിന് ഡിപ്പെൻഡ് ചെയ്യുന്ന വേരിയബിൾസിനെ ഒന്നിച്ചും y വരുന്ന വേരിയബിൾസിനൊക്കെ ഒന്നിച്ചും ഒരു പാർട്ടായിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്ന ഇക്വേഷൻസിനെയാണ് നമ്മൾ ഇക്വേഷൻസ് ഓഫ് വേരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് പറയുന്നത്. നമുക്ക് ഒരു ഇക്വേഷൻ ഈ ഒരു ഫോമിലേക്ക് എഴുതാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത്, ഐ മീൻ ഇക്വേഷന്റെ എല്ലാ പാർട്സിനും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, 2 പാർട്സ് ആണെങ്കിൽ ആ 2 പാർട്സിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതിയാവും. അതായത് അതിന് സ്റ്റെപ്സ് എങ്ങനെയാണ് വരുന്നത്? സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ ആക്ച്വലി നമ്മളെ ഫംഗ്ഷൻ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. f1 of x into f2 of y എന്നുള്ള രീതിയിലാണെങ്കിൽ, ഇവിടെ f1 of x എന്ന് പറയുന്നത് എക്സിന്റെ മാത്രം ഫംഗ്ഷൻ ആണ്, f2 of y എന്ന് പറയുന്നത് വൈയുടെ മാത്രം ഫംഗ്ഷൻ ആണ്. നമ്മൾ ആദ്യം വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യാം. സോ y വരുന്ന വേരിയബിൾസിനെ ഒരു സൈഡിലേക്കും എക്സ് വരുന്ന വേരിയബിൾസിനെ ഒരു സൈഡിലേക്കും നമ്മൾ കൊണ്ടുപോവാണ്. സോ ഐ ക്യാൻ റൈറ്റ് ദിസ് ആസ് 1 by f2 of y into dy is equal to f1 of x into dx. ശേഷം 2 സൈഡും ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായ സൊല്യൂഷൻ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. dy by dx is equal to xy. സോ y വരുന്ന ടേംസിനൊക്കെ ഒരു സൈഡിലേക്കും എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ടേംസിനെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോവാണ്. സോ ഞാൻ ഈ വൈനെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ dx ഉള്ളതിനെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് എടുക്കുകയാണ്. സോ ഐ ക്യാൻ റൈറ്റ് ജസ്റ്റ് dy by y is equal to x into dx. സോ നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു g of x into dx അതുപോലെ h of y into dy എന്ന് നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ ഇവിടെ പോസിബിൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സ്റ്റെപ്പ് ആയിട്ട് ഇന്റഗ്രേഷനിലേക്ക് കടക്കാൻ പറ്റും. സോ 2 സൈഡ് ഇന്റഗ്രേറ്റ് ചെയ്യാണ്. സോ ഇന്റഗ്രൽ dy by y is equal to ഇന്റഗ്രൽ x dx. സോ ഇന്റഗ്രൽ dy by y എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഇസ് log y. ആൻഡ് ഇന്റഗ്രൽ x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു dx ആണെങ്കിൽ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി x square by 2 plus c. സോ വിത്ത് റെസ്പെക്ട് ടു y സൊല്യൂഷൻ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് we can write this e power x square by 2 plus c. So here is c constant ആയതുകൊണ്ട് തന്നെ നമുക്ക് ആക്ച്വലി ഇതിനെ വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടും എഴുതാം. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു c e power x square by 2. ഓക്കെ, നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. dy by dx is equal to e raised to x minus y plus x e raised to minus y. സോ ഇവിടെ e raised to x minus y എന്നുള്ളതാണ്. ഈ ടേമിനെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ പോവാണ്. അതായത് നമ്മളൊരു റൂൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇ റേസ് ടു എ ഇൻറ്റു ഇ റേസ് ടു ബി ആണെങ്കിൽ ഇതിനെ ഇ റേസ് ടു എ പ്ലസ് ബി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ എക്സ് മൈനസ് വൈ എന്നുള്ളതിന് ഞാൻ എക്സ് പ്ലസ് മൈനസ് വൈ എന്നുള്ള ഫോമിലേക്കാണ് മാറ്റാൻ പോകുന്നത്. സോ ഐ റൈറ്റ് ദിസ് ആസ് dy by dx is equal to e raised to x into e raised to minus y plus x e raised to minus y. സോ ഇവിടെ e raised to minus y എന്നുള്ള ടേം ഇവിടെയും ഇവിടെയുണ്ട്. സോ ഐ എം ഗോയിങ് ടു ടേക്ക് ഇറ്റ് ആസ് കോമൺ. സോ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി e raised to minus y into e raised to x plus x. Okay, so I'll write dy by dx. So ഞാൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം e raised to x plus x e raised to minus y. ഈ e raised to minus y എന്നുള്ള ടേമിനെ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയും ഈ ഡി എക്സിനെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയും ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ഇതൊരു സെപ്പറബിൾ ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റും അല്ലേ? സോ ഞാൻ എങ്ങനെ ചെയ്യാണ്? സോ ഇ റേസ് ടു മൈനസ് വൈനെ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാണ്. സോ ഇ റേസ് ടു മൈനസ് വൈ ആയതുകൊണ്ട് തന്നെ വെൻ ഇറ്റ് കംസ് ടു ദ ലെഫ്റ്റ് സൈഡ് വിൽ ബിക്കം ഇ റേസ് ടു വൈ. സോ ദാറ്റ് ഇസ് ഇ റേസ് ടു വൈ ഡി വൈ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് എക്സ് ഇൻറ്റു ഡി എക്സ്. നമ്മളിപ്പോൾ നോക്കിയാൽ നമുക്ക് കാണാം ഇത് ആക്ച്വലി സെപ്പറബിൾ ആയിട്ടുണ്ട് അല്ലേ? വൈനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ടേംസ് ഒക്കെ, വൈ വരുന്ന ടേംസ് ഒക്കെ ഒരു സൈഡിലാണ്, എക്സ് വരുന്ന ടേംസ് ഒക്കെ മറ്റൊരു സൈഡിലാണ്. സോ സെപ്പറബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ
on integration, this is going to be integral e raised to y dy is equal to integral e raised to x plus x into dx. So integral e raised to y dy, നമുക്കറിയാം that is e raised to y. ഇവിടെ addition ആണ്, so നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് integration അപ്ലൈ ചെയ്യുന്നത്. So this can be written as e raised to x dx plus integral x dx. e raised to x dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is e raised to x. Now integral x dx is actually x square by 2. Okay, and a constant. Okay, e raised to y is equal to e raised to x plus x square by 2 plus c. So y-യുടെ ടേംസിലാണ് എനിക്ക് ആൻസർ വേണ്ടത്. സോ ഞാൻ രണ്ട് സൈഡും ലോഗ് അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ വെൻ I apply the log, this is going to be y is equal to log e raised to x plus x square by 2 plus c. This is the final answer. Okay. നമുക്കിനി അടുത്ത ഫോം നോക്കാം. നമ്മൾ നേരത്തെ വേരിയബിൾ സെപ്പറബിൾ ഫോം എന്താന്ന് കണ്ടു. ഇനി ചില കേസുകളിൽ എല്ലാ ഇക്വേഷനിലും ആക്ച്വലി ഈ ഒരു വേരിയബിൾ സെപ്പറബിൾ ഫോം പോസിബിൾ ആയിരിക്കണം എന്നില്ല. ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നമ്മൾ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്തേക്കാം. സോ അത്തരം കേസുകൾ, അതായത് വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ അല്ലാത്ത കേസുകളിൽ നമുക്ക് ചെറിയ മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട്, അതായത് ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതെങ്ങനെയാന്ന് നോക്കാം. Suppose we have equation of the form dy by dx is equal to f of ax plus by plus c, or we have dy by dx is equal to f of ax plus by. So ഇതിന്റെ പ്രൊസീജിയർ എന്താന്ന് പറഞ്ഞാൽ, ഇതിന്റെ ഫംഗ്ഷൻ പാർട്ട്, അതായത് ax plus by plus c അല്ലെങ്കിൽ ax plus by എന്നുള്ളതിന് v എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ അതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ശേഷം അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ശേഷം ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് ഏതായിരുന്നു നമ്മൾ ഇനീഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതിലേക്ക് ഒന്ന് റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അവിടുന്ന് നമുക്ക് ആ വേരിയബിൾസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആഫ്റ്റർ സെപ്പറേഷൻ വിൽ ഗോ ഫോർ ദി ഇന്റഗ്രേഷൻ. ഇന്റഗ്രേറ്റ് ചെയ്യുക, സൊല്യൂഷൻ ഒബ്റ്റെയിൻ ചെയ്യുക. സോ dy by dx is equal to x plus y the whole square. ഈ ഒരു ഇക്വേഷന്റെ കേസിൽ നമുക്ക് വേരിയബിൾ സെപ്പറബിൾ ഫോം ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അല്ലേ? കാരണം ഇവിടെ 2xy എന്നുള്ള ടേംസ് ഒക്കെ ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ട്. അതുപോലെ cos x plus y, sin x plus y, ഈ കേസുകളിലൊന്നും നമുക്ക് ആക്ച്വലി വേരിയബിൾ സെപ്പറബിൾ ഫോം ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പോസിബിൾ ആയിരിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ റെഡ്യൂസിബിൾ ടു വേരിയബിൾ സെപ്പറബിൾ ഫോം യൂസ് ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. dy by dx is equal to cos x plus y. ഇവിടെ നമ്മൾ ഈ x plus y എന്നുള്ള ഒരു ടേമിന് v എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x plus y is equal to v. സോ നമുക്ക് ഇതിനൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ dx by dx is going to be 1 plus this will become dy by dx and v will become dv by dx. Okay. So ഇതിൽ നിന്ന് dy by dx എങ്ങനെ എഴുതാൻ പറ്റും? dy by dx will be equal to dv by dx minus 1. Okay. സോ നമുക്കിനി നമ്മുടെ ഈ ഒരു ഇക്വേഷനിലേക്ക് ഇതൊന്ന് റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മുടെ dy by dx ഉള്ളതിന് പകരം dv by dx minus 1 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So we can write this as dv by dx minus 1 is equal to cos x plus y ആണ്, that is cos v. ഇനി ഈ ഒരു മൈനസ് 1നെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാണ്. So this is dv by dx is equal to cos v plus 1. Okay. So ഇവിടെ വിയുമായി ബന്ധപ്പെട്ട് വരുന്ന ടേംസ് ഈ cos v plus 1 ആണ്. പിന്നെ dv ഉണ്ട്. dx എന്നുള്ളത് എക്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റൊരു ടേംസും ഇല്ല. അതുകൊണ്ട് ഞാൻ ഇതിനൊന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പോവാണ്. സോ ഐ ക്യാൻ റൈറ്റ് ദാസ് dv by cos v plus 1 is equal to dx. ഇപ്പൊ ഇവിടെ നോക്കിയേ, v വരുന്ന ടേംസ് ഒക്കെ ഒരു സൈഡിലാണ്, എക്സ് വരുന്ന ടേംസ് ഒക്കെ മറ്റൊരു സൈഡിലാണ്. സോ ഇതൊരു വേരിയബിൾ സെപ്പറബിൾ ഫോമിലാണ്, അല്ലെ? കാരണം എക്സ് വി ഒക്കെ രണ്ട് സൈഡിലാണുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്റഗ്രേറ്റ് ചെയ്യാം. So on integration, this is going to be integral dv divided by cos v plus 1 is equal to integral dx. Integral dx എന്താണ്? x ആണ്. Okay. And integral dv by cos v plus 1. Okay. So
ഈ ഒരു ഇന്റഗ്രേഷൻ ആക്ച്വലി ഇന്റഗ്രൽ ഡി വി ബൈ കോസ് വി പ്ലസ് വൺ എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ച റിസൾട്ട് ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ആക്ച്വലി ഗോയിങ് ടു അതായത് 1 ബൈ കോസ് വി പ്ലസ് വൺ എന്നുള്ളതിനെ നമുക്ക് ഹാഫ് സീക് സ്ക്വയർ വി ബൈ ടു ഡി വി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ നൗ ഹാഫ് സീക് സ്ക്വയർ വി ബൈ ടു ആണ്. സോ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? tan v by 2 എന്ന്. Okay, this is going to be tan v by 2. Yeah, tan v by 2 plus c. So we have x is equal to tan v by 2 plus c. So v എന്നുള്ളതിന് പകരം നമ്മൾ എന്തായിരുന്നു ആക്ച്വലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? x plus y ആണ്. So when we resubstitute, this is going to be tan x plus y by 2 plus c. നമുക്ക് എന്താണ് ഹോമോജീനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളത് നോക്കാം. എപ്പോഴാണ് ഒരു ഇക്വേഷൻ, ഒരു ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ഉള്ള ഒരു ഇക്വേഷൻ ഹോമോജീനസ് ആവുന്നത്? ആ ഒരു ഇക്വേഷനെ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ബൈ എക്സ് അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ബൈ വൈ എന്നുള്ള ഫോമിലേക്ക് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കിതിനെ ഹോമോജീനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇഫ് ഐ ഹാവ് എൻ ഇക്വേഷൻ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ എക്സ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി എക്സ് സ്ക്വയർ എന്നുള്ള ഒരു ടേം ഞാനൊന്ന് ഇവിടെ എക്സ് സ്ക്വയർ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഉള്ളതുകൊണ്ട് ഞാൻ എക്സ് സ്ക്വയർ എന്നുള്ള ടേം ഒന്ന് കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണെങ്കിൽ maybe I can write this as 1 plus ഇവിടെ x square ഇല്ല, so I can write it as y by x the whole square divided by here also x square into 1 plus ഇവിടെ ഒരു x മാത്രമേ ഉള്ളൂ, so this is going to be y by x. So when I cancel this x square, this is going to be 1 plus y by x the whole square divided plus 1 by y by x. So actually ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് f of y by x എന്നുള്ള ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ ആണ്. So this x square plus y square by x square plus y x എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ ഒരു ഹോമോജീനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. എങ്ങനെയാണ് ഒരു ഹോമോജീനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ y ഈക്വൽ ടു വി എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ശേഷം ഈ ഒരു വാല്യൂ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ശേഷം y ഈക്വൽ ടു വി എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന്റെ കൂടെ അതിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷിയേറ്റ് കൂടെ വേണം. ശേഷം ആ വാല്യൂസ് നമ്മൾ നമ്മുടെ ഒറിജിനൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യും. ആഫ്റ്റർ ഇന്റഗ്രേഷൻ വി ഗെറ്റ് എ സൊല്യൂഷൻ. അവിടെ നമ്മൾ വി ഈക്വൽ ടു വൈ ബൈ എക്സ് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വൈ സ്ക്വയർ ഡി എക്സ് പ്ലസ് xy plus x square into dy is equal to 0. നമുക്ക് ആദ്യം ഈ ഇക്വേഷനെ രണ്ട് പാർട്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഐ എം ഗോയിങ് ടു റൈറ്റ് ദിസ് ആസ് xy plus x square into dy is equal to minus y square into dx. or ഇതിന് dy by dx എന്നുള്ള ഫോമിലേക്ക് കൊണ്ടുവരാണെങ്കിൽ dy by dx is equal to minus y square divided by xy plus x square. Okay. So now we'll do a substitution. Okay. Substitution എന്തായിരുന്നു? y is equal to vx ആണ്. Okay. So ഇതിനെ നമുക്ക് with respect to x differentiate ചെയ്യാം. So this is going to be dy by dx is equal to v into x ന് with respect to x differentiate ചെയ്താൽ that is going to be 1 plus x into with respect to x to differentiate v, this is going to be dv by dx. So dy by dx can be written as v plus x into dv by dx. So നമുക്ക് ഈ y equal to vx അതുപോലെ dy by dx is equal to v plus x into dv by dx എന്നുള്ളത് ഈ ഒരു ഇക്വേഷൻ നമ്പർ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. So this is going to be v plus x into dv by dx is equal to minus y square. So this is going to be
v square into x square divided by x into y is again there. So this is going to be vx plus x square. So ഇവിടെ x square ഉണ്ട്. So multiply ചെയ്ത് എഴുതുക minus v square x square divided by x square v plus x square. So ഇവിടെ numerator denominator ഒക്കെ x square common ആണ്. So we can actually write this as minus v square x square divided by x square into v plus 1. Numerator denominator ഉള്ള x square cancel ചെയ്യാം. So this is going to be minus v square divided by v plus 1. Okay. So v plus x into dv by dx ആണ് minus v square by v plus 1 ആണ് നമുക്ക് കിട്ടിയത്. Okay. I'll write it again. So v plus x into dv by dx is equal to minus v square divided by v plus 1. So ഈ v എന്നുള്ള ടേമിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. So this is going to be x into dv by dx is equal to minus v square by v plus 1 minus v. So that is minus v square. V into minus v is going to be minus v square. 1 into minus v is going to be minus v divided by v plus 1. So minus v square and minus v square, that is minus 2v square. So minus 2v square minus v divided by v plus 1. So in minus എന്നുള്ളതിനെ നമുക്ക് കോമൺ ആയിട്ട് എടുത്ത ശേഷം we can write this as v plus 2v square divided by v plus 1. Okay. So we have x into dv by dx is equal to minus v plus 2v square divided by v plus 1. So നമുക്ക് ഇനി വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യാം. എക്സിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ടേംസിനൊക്കെ ഒരു സൈഡിലേക്കും വി ഡിപ്പെൻഡ് ചെയ്യുന്ന ടേംസിനൊക്കെ ഒരു സൈഡിലേക്കും എഴുതാം. So I can write this as, I'll put the minus symbol here itself and just change it. So this is going to be v plus 1 divided by v plus 2v square is equal to minus dx divided by x. Okay. So ഈ v plus 2v square എന്നുള്ളതിനെ v ഒന്ന് കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ I can actually write this as v into 1 plus 2v. This is actually minus dx divided by x. Okay. So ഇവിടെ ഈ v plus 1 എന്നുള്ളതിനെ ചെറിയ രീതിയിലൊന്ന് ഇന്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ v plus 1 എന്നുള്ളത് ആക്ച്വലി ഒരു 1 plus v എന്നുള്ളതിന് 1 plus 2v minus v എന്ന് എഴുതാം. കാരണം ഇവിടെ ഒരു 1 plus 2v ഉണ്ടല്ലോ. So I can write this as 1 plus 2v minus v divided by v into 1 plus 2v is equal to minus dx by x. ഇവിടെ 1 plus 2v ഉണ്ട്. ഇവിടെ ഡിനോമിനേറ്ററിൽ v into 1 plus 2v ഉണ്ട്. So ഈ ടേംസിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ this is going to be 1 plus 2v by v into 1 plus 2v minus v by v into 1 plus 2v is equal to minus dx by x. So ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും കോമൺ ആയിട്ടുള്ള കുറെ ടേംസ് ഉണ്ട് അല്ലെ. ഇവിടെ v ഉണ്ട്, അവിടെ 1 plus 2v ഉണ്ട്. So this can be actually written as 1 by v minus 1 by 1 plus 2v is equal to minus dx by x. So ഇതിപ്പം ടേംസ് ഒക്കെ സെപ്പറേറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സിംപ്ലിഫൈഡ് ആയതുകൊണ്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമുക്ക് ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാം. So upon integration, this is going to be integral 1 by v minus 1 by 1 plus 2v into dv is equal to integral minus dx by x. So integral 1 by v. Integral 1 by v is going to be log minus this integral of this one. This one is going to be log 1 plus 2v, and along with that we'll have a half. So 1 by 2 log 1 plus 2v. Okay. So this will be equal to minus integral dx by x, that is going to be minus log x plus, we'll have a constant. Since this term is a log, I'll pick logs. Okay.
So here we can write this as log v minus log 1 plus 2v with the whole raised to 1 by 2 is equal to log c minus log x. So by using the rules of log, I can write this as log v by 1 plus 2 with the whole raised to 1 by 2 can be written as square root of 1 plus 2v. This is equal to log c by x. Okay. So ഇവിടെ v എന്നാണ് ഈ ടേംസിലൊക്കെ ഉള്ളത്. സോ ഇതിനൊന്ന് നമുക്ക് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് രണ്ട് സൈഡ് ലോഗ് ആയതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് v ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് 2v ഇസ് ഈക്വൽ ടു c ബൈ എക്സ് എന്ന് എഴുതാം. ഇനി ഇവിടെ v എന്നുള്ളതിന് പകരം തിരിച്ച് നമുക്ക് y ബൈ എക്സ് എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാരണം നമ്മൾ ഇനീഷ്യലി y is equal to vx എന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. So this is going to be, on replacement, this is going to be y by x divided by square root of 1 plus 2 into y by x is equal to c by x. So in terms of the multiply, this is going to be y by x divided by square root of x plus 2y divided by x is equal to c by x. So ഈ രണ്ട് സൈഡിലുള്ള എക്സ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതുപോലെ ഈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് എന്നുള്ളതിന് ന്യൂമറേറ്ററിലേക്ക് വരും. സോ ഐ ക്യാൻ റൈറ്റ് ദിസ് ആസ് y ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 2y ഇസ് ഈക്വൽ ടു c. ഇവിടെ സ്ക്വയർ റൂട്ട് ഉള്ളതുകൊണ്ട് തന്നെ അത് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ രണ്ട് സൈഡും ഐ മീൻ സ്ക്വയർ ചെയ്യാൻ പോവാണ്. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി yx ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2y ഇസ് ഈക്വൽ ടു c സ്ക്വയർ ഓർ y square ആണ്. So this is going to be y square x divided by x plus 2y is equal to c square എന്നുള്ളതിന് പകരം k എന്നോ മറ്റോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. This is equal to k. So this will be the answer. Okay. ഇതിനെ വേണമെങ്കിൽ ഇനി റീറൈറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. Okay. Let's see. Let's move to the next method. Reducible to homogeneous differential form. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു സെപ്പറബിൾ ഫോമിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാ കേസിലും നമുക്ക് ഈ ഒരു ഹോമോജീനിയസ് ഇക്വേഷന് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റണമെന്നില്ല. അല്ലെങ്കിൽ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻസിന്റെ കേസിൽ, അതായത് ഇപ്പൊ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ബൈ എ ഡാഷ് എക്സ് പ്ലസ് ബി ഡാഷ് വൈ പ്ലസ് സി ഡാഷ് എന്നുള്ള ഈ ഒരു ഫോമിൽ വരുന്ന ഇക്വേഷൻസ് ആണെങ്കിൽ, നോൺ ഹോമോജീനിയസ് ഇക്വേഷൻസ് ഒക്കെ ആണെങ്കിൽ അതിനെ നമുക്ക് ഹോമോജീനിയസ് ഇക്വേഷനിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബൈ എ ഡാഷ് ബി ബൈ ബി ഡാഷ് അൺഈക്വൽ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റൂൾ എന്ന് പറയുന്നത് വിൽ ടേക്ക് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് എച്ച് ആൻഡ് വൈ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ വൈ പ്ലസ് കെ ആൻഡ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഡി എക്സ് ആൻഡ് ഡി വൈ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഡി വൈ. സോ നമ്മളുടെ ഈ ഡി വൈ ബൈ ഡി എക്സ് എന്നുള്ളതും ഈ ക്യാപിറ്റൽ ഡി വൈ ബൈ ഡി എക്സ് എന്നുള്ളതും ആക്ച്വലി ഈക്വൽ ആയിരിക്കും. സോ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. dy by dx is equal to x plus 2y minus 3 by 2x plus y minus 3. സോ ഇവിടെ a by a dash എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി 1 by 2 ആണ്. ഇനി b by b dash നോക്കിക്കഴിഞ്ഞാൽ 2 by 1 ആണ്. ഇത് രണ്ട് ഈക്വൽ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് റൂൾ ആണ് യൂസ് ചെയ്യുന്നത്. കൂടുതലും നമ്മുടെ ഫസ്റ്റ് റൂൾ എക്സ് പ്ലസ് എച്ച് വൈ പ്ലസ് കെയും വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് കൂടുതലും ഉണ്ടാവാറുള്ളത്. സോ ലെറ്റ്സ് ടേക്ക് x is equal to x plus h and y is equal to y plus k. So we'll be having dy by dx will be equal to x in പകരം x plus h substitute ചെയ്യാം. So x plus h plus 2 into y plus k minus 3 divided by 2 into x plus h plus y plus k minus 3. So this can be rewritten as x plus h plus 2y plus 2k minus 3 divided by 2x plus 2h plus y plus k minus 3. So ഇതില്
എച്ചും കെയും അതുപോലെ നമ്മുടെ ഏതെങ്കിലും ഇന്റിജേഴ്സ് വരുന്ന ആ ഒരു പാർട്ട് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യും. അതായത് ഇവിടെ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എച്ച് ഉണ്ട്, 2k ഉണ്ട്. സോ ഇതിനെ നമുക്ക് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. എച്ച് പ്ലസ് 2k മൈനസ് 3 ഈക്വൽ ടു 0. അതുപോലെ ഇവിടെ 2h പ്ലസ് കെ മൈനസ് 3 ഈക്വൽ ടു 0. ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ എച്ചിന്റെയും കെയുടെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ എച്ചും 2h ആയതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാണ്, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ ദാറ്റ് വിൽ ബിക്കം 2h പ്ലസ് 4k മൈനസ് 6 ഇസ് ഈക്വൽ ടു 0, അല്ലെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു 6 എന്ന് എഴുതാം. അതുപോലെ സെക്കൻഡ് ഇക്വേഷൻ നമുക്കറിയാം 2h പ്ലസ് k ഇസ് ഈക്വൽ ടു 3. ഈ രണ്ട് ഇക്വേഷൻസ് ഞാൻ സബ്ട്രാക്ട് ചെയ്യാണ്. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി 2h മൈനസ് 2h വിൽ ബിക്കം 0. 4k minus k will become 3k. 6 minus 3 is going to be 3. So 3k 3 എന്ന് കിട്ടും. So k is going to be 3 by 3, which is actually equal to 1. So k യുടെ വാല്യൂ കിട്ടി. k യുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക h ന്റെ വാല്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. So h plus 2 minus 3 is equal to 0. So h is actually h minus 1 is equal to 0. So h is equal to 1. So h ന്റെയും k യുടെയും വാല്യൂ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും ഇവിടെ. സോ ഈ ഒരു പാർട്ട് 0 എന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ നമുക്ക് ക്യാപിറ്റൽ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2y ഡിവൈഡഡ് ബൈ 2x പ്ലസ് y എന്ന് എഴുതാം. ഓക്കെ, നൗ വിൽ ഗോ ടു a substitution. So we have x is equal to x minus h, small x minus h. So that is small x minus 1. Capital Y എന്ന് പറഞ്ഞത് y minus k ആണ്, that is small y minus 1. Now we'll have a substitution, that is capital Y is equal to Vx. So then differentiate ചെയ്ത് കഴിഞ്ഞാൽ dy by dx is going to be v plus x into dv by dx. So നമ്മുടെ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് നമുക്ക് ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കാം. So this is v plus x into dv by dx is equal to x plus 2y ആണ്. So this is going to x plus 2vx divided by 2x plus y. So 2x plus vx. So എല്ലാ ടേംസിലും x ഇൻവോൾവ് ആയതുകൊണ്ട് നമുക്ക് x ഒന്ന് ക്യാൻസൽ ചെയ്യാം. So this is going to be 1 plus 2v divided by 2 plus v. So നമുക്ക് ഇങ്ങനെ കിട്ടി. നമുക്കിനി x dv by dx എഴുതാം. x dv by dx is going to be 1 plus 2v divided by 2 plus v minus. So this is going to be 1 plus 2v minus v into 2 plus v divided by 2 plus v. That is 1 plus 2v minus 2v minus v square divided by 2 plus v. Okay, so ഇവിടെ minus plus 2v and here it is minus 2v. So we'll cancel them out. So this is going to be 1 minus v square divided by 2 plus v. Okay, so we have x dv by dx is actually 1 minus v square by 2 plus v. നമുക്ക് ഇനി x റിലേറ്റ് ചെയ്യുന്ന ടേംസ് ഒരു സൈഡിലേക്കും t വരുന്ന ടേംസ് മറ്റൊരു സൈഡിലേക്കും കൊണ്ടുവരാം. So this is going to be 2 plus v dv divided by 1 minus v square is equal to dx divided by x. So ഇവിടെ ഇപ്പോൾ സെപ്പറബിൾ ഫോമിലായി. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇന്റഗ്രേറ്റ് ചെയ്യും. So upon integration, this is going to be integral 2 plus v divided by 1 minus v square into dv is equal to integral dx by x. So ഇതില് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എഴുതാം ടേംസിനെ. സോ ഇതിന് 2 by 1 by v square into dv plus integral v by 1 minus v square into dv is equal to integral dx by x എന്ന് എഴുതാം. സോ ഇന്റഗ്രൽ dx നമുക്കറിയാം log x ആണ്. So now 2 into integral 1 by 1 minus v square integration actually 1 by 2 log of
1 plus v by 1 minus v എന്നുള്ളൊരു റിസൾട്ട് ഉണ്ട്. പ്ലസ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇന്റഗ്രൽ v by 1 minus v square സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ പോവാണ് ഇവിടെ. അതായത് അതായത് 1 minus v square എന്നുള്ളതിന് t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് സംഭവിക്കും? മൈനസ് 2v dv ദാറ്റ് വിൽ ബി ഈക്വൽ ടു dt. നമുക്ക് ഇവിടെ ഒരു v dv ഉണ്ട്. സോ ഇതിനെ നമുക്ക് v dv വിൽ ബി ഈക്വൽ ടു ഇന്റഗ്രൽ d v dv എന്ന് പറയുന്നത് എന്തായിരിക്കും? മൈനസ് ഡി ടി ഡിവൈഡഡ് ബൈ ടി ആയി ആണോ? ഡി ടി ഡിവൈഡ് ബൈ ടി, ഡി ടി ഡിവൈഡ് ബൈ ടു. പക്ഷെ നമുക്ക് ആ ഒരു ഐഡിയ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ഇന്റഗ്രൽ 1 minus v square എന്നത് t ആണ്. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി മൈനസ് ഡി ടി ഡിവൈഡഡ് ബൈ 2t. That is equal to integral. This is going to be log c plus a constant is there. So I'll write it as log c. Log x plus log c. So now here 2 is there, here 1 by 2 is there. We'll cancel them out. So we'll be having log 1 plus b by 1 minus b minus, this minus is there. Half is already there. Integral dt by t is going to be log t. Log t is equal to, this is log x plus log c, that is going to be log x. Okay. Now, in the place of the small t, we'll substitute 1 minus v square. So this is going to be log 1 plus p by 1 minus v minus half into log 1 minus v square is equal to log x. Okay. So here 1 by 2 is there. So നമുക്ക് ഈ ഒരു ഇക്വേഷൻ മൊത്തത്തിൽ ഒന്ന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. So and multiplied by 2, this is going to be 2 into log 1 plus p by 1 minus v minus log 1 minus v square is equal to 2 log x. Okay. So the log ആണ് നമുക്ക് ലോഗിന്റെ റൂൾസ് യൂസ് ചെയ്തിട്ട് ആക്ച്വലി ഈ 2 log 1 plus p by 1 minus v എന്നുള്ളത് തന്നെ log 1 plus p by 1 minus v the whole square എന്ന് എഴുതാം minus log 1 minus v square is equal to 2 log x. So log a minus log b is actually log a by b. So when I use that idea, this is going to be log 1 plus p by 1 minus v the whole square into 1 by 1 minus v square is equal to, and this log xc can be written as log xc the whole square. Okay, this 2 can be written as xc the whole square. Now, both sides log is there, so this can be actually written as 1 plus v by 1 minus v the whole square into 1 by. We know a plus b into a minus b is equal to a square minus b square. So this can be written as 1 plus v into 1 minus v. That is equal to xc the whole square, that is x square into c square. Now here 1 plus v the whole square is there, here 1 plus v is there. So cancelling them out. And here 1 minus v is there, here also 1 minus v is there. Sorry, this is 1 minus v the square. So this will become 1 plus v divided by 1 minus v the whole cube is equal to x square c square. Or we'll write 1 plus v is equal to x square c square into 1 minus v the whole cube. Now let's substitute v, that is y by x. So this is 1 plus y by x is equal to x square c square into, by the way, these are all capital X. So x square c square into 1 minus v the whole cube. Okay. So, okay, this v is also going to be y by x.
So we can write this as x plus y by x is equal to x square c square into 1 minus y by x the whole cube. Or we write x plus y by x is equal to x square c square into x minus y the whole cube divided by x cube. So we have x square is there, x cube is there, so we'll cancel them out. We'll have one more x. Here also x is there, so we'll cancel it. So this is going to be x plus y is equal to c square into x minus y the whole cube. Now we'll move to our actual substitution part. In the initial part, we had capital X is equal to small x minus h. So here h is 1, so this is going to be small x minus 1. Y is equal to y minus k. This is going to be y minus 1. So we'll substitute that back into this equation. So this is going to be x minus 1 plus y minus 1 is equal to c square into x minus 1 minus y minus 1 the whole cube. So x plus y minus 2 is equal to c square into this minus and this minus will cancel. C square into x minus y the whole cube. This is the final answer. Now let's discuss about linear differential equation of first order. So linear differential equation of first order mainly two forms are. First form is dy by dx plus p of x into y is equal to q of x. Here p of x and q of x are functions of x alone. The integrating factor is e raised to integral p dx. So there are solutions, questions solution y into integrating factor is equal to integral q into integrating factor into dx plus c. This formula solve it. Example xy dash plus 3y is equal to 4x square minus 3x. So then we formula we have. So dy by dx term so x equation x divide. So this is going to be y dash minus, not y dash minus, y dash plus 3 by x into y is equal to 4x minus 3. We will formula compare dy by dx plus p of x into y is equal to q of x. So here p of x is equal to 3 by x and q of x is equal to 4x minus 3. Now integrating factor e raised to integral p dx, that is e raised to integral 3 by x into dx, that is e raised to 3 log x, that is actually e raised to log x cube, which is equal to x cube. Now, we have a solution. Y into integrating factor is equal to integral q into integrating factor into dx plus c. Okay. So, y into integrating factor is x cube is equal to integral q. Q is actually 4x minus 3. So, 4x minus 3 into integrating factor is x cube into dx plus c. So that is going to be integral 4. X into x cube is x power 4 minus 3x cube into dx plus c. So y into x cube is equal to 4x power 4 minus 3x cube into dx plus c. So we integrate here. So this is going to be 4 into x power 4 integrate either. This is going to be x power 5 by 5 minus 3 into x cube integrate either. That is x power 4 by 4 plus c. So, we have y into x cube. So, x cube and equation divide. So, this is going to be y is equal to 4 by 5. X power 5. So, 3 divided x cube divided that will become x square minus 3 by 4 into x plus c. This is our final answer. Let's see the next form. നേരത്തെ dy by dx ആയിരുന്നു. ഇനി dx by dy plus p of x is equal to q എന്നുള്ള ഫോം ആണെങ്കിൽ p and q are functions of y, then integrating factor is going to be e raised to integral p dy. So the solution is going to be x into integrating factor is equal to integral q into integrating factor into dy plus c. Let's do a question.
x plus 2y cube into dy by dx is equal to 1. So നമുക്ക് ഇതിനൊന്ന് rearrange ചെയ്യാം. So this is going to be x plus 2y cube is equal to y into dx by dy. Or ഇതിൽ y eliminate ചെയ്യാൻ വേണ്ടി y കൊണ്ട് divide ചെയ്യാം. So this is going to be dx by dy is equal to x by y plus 2y square. Or I can write this as dx by dy minus x by y is equal to 2y square. So, നമ്മൾ equation ആയിട്ട് compare ചെയ്ത് കഴിഞ്ഞാൽ p is going to be minus 1 by y and q is going to be 2y square. We have our integrating factor as e raised to integral p dy. Okay, it is e raised to integral minus 1 by y dy. That is actually e raised to minus integral of 1 by y dy is actually going to be log y. Okay, so this is actually e raised to log y raised to minus 1, that is y raised to minus 1, which is 1 by y. So now we have x into integrating factor is equal to integral integrating factor into q into dy plus c. So x into integrating factor is actually 1 by y, that is equal to integral 2y square into 1 by y plus c. That is x by y is equal to 2 into integral 2y into dy plus c. Now integral y dy is going to be y square by 2 plus c. Okay, so x by y is equal to 2y square by 2 plus c. So from this we have x by y is equal to y square plus c. So x is equal to, when we multiply it with y, this is going to y cube plus cy, or we write x is equal to y cube plus cy. This is our final solution. Now, another method is reducible to linear form. So suppose we have an equation of the form f dash of y dy by dx plus p into f of y is equal to q. ഇവിടെ എക്സിന്റെ ഒരു ഫങ്ഷൻസ് ആണ് പി ക്യൂ, അല്ലെങ്കിൽ അത് കോൺസ്റ്റൻസ് ആയിരിക്കും. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് വിൽ പുട്ട് എഫ് ഓഫ് വൈ ഇസ് ഈക്വൽ ടു വി. സോ എഫ് ഡാഷ് ഓഫ് വൈ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഡി വി ബൈ ഡി എക്സ് ആയി മാറും. സോ നമ്മുടെ ഇക്വേഷൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ ദാറ്റ് ഇസ് ഗോയിങ് ടു ബി ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വി ഇസ് ഈക്വൽ ടു ക്യൂ. ഇതൊരു ലീനിയർ ഡിഫറൻഷ്യൽ ഫോം ആയി. സോ ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുന്നു. Then we have our answer. Let's see an example. dy by dx plus x into sine 2y is equal to x cube into cos square y. So ഈ ഒരു ഫംഗ്ഷൻ ഞാൻ റീഅറേഞ്ച് ചെയ്യാണ്. സോ dy by dx plus x into sine 2y can be written as 2 sine y cos y is equal to x cube into cos square y. So ഇവിടെ cos square y എന്നുള്ള ഒരു ടേം എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യാണ്. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി 1 by cos square y dy by dx plus x into 2 sin y cos y divided by cos square y is equal to x cube. So this can be written as 6 square y dy by dx plus this cos and cos can be cancelled. Then we have 2 tan. So this is going to be 2x into tan y is equal to x cube. Now let's take this tan y is equal to v. Then we have 6 square y dy by dx is equal to dv by dx. Okay, so now we substitute this. This is going to be dv by dx plus 2vx is equal to x cube. So when we compare, we have p is equal to 2v and q is equal to x cube. So our integrating factor is going to be e raised to integral p dx. This e raised to integral 2x into dx, that will make it e raised to x square. So now when we substitute it back, this is going to be y into integrating factor is equal to integral q into integrating factor into dx plus c. So v e raised to x square is equal to integral. What is q? X cube. X cube into
e raised to x square into dx plus c. So v e raised to x square is equal to integral e raised to x square into this x cube can be written as x square into x dx plus c. So let's take this. To solve this, we'll have a small substitution. So let's take this x square is equal to, so 2x dx will be equal to dt. So x dx will be equal to dp divided by 2. So when we substitute the into our integration, we can write p into integral p minus integral derivative of p, that is 1 into integral of e power p into dp. Is p e power p minus integral e power p dt. That is p e power p minus e power p. So when we substitute, this is going to be v e raised to x square. Here, this is going to be integral e power p into dp by 2 plus c. So v e raised to x square is equal to half into p e power p minus e power p plus c. So we'll substitute back. What was v? V was tan y. So we have tan y e raised to x square is equal to half into p is actually x square. So x square into e raised to x square minus e raised to x square plus c. Or I can write 2 tan y e raised to x square is equal to x square into e raised to x square minus e raised to x square plus 2c. This is our final answer. The next topic we'll be discussing is about the exact differential equation. So, a differential equation എപ്പോഴാണ് എക്സാക്ട് ആവുന്നത് അല്ലെങ്കിൽ എക്സാക്ട്നെസ് ഉള്ള പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നത്. സോ അതിന് നമുക്ക് ഡോ എൻ ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് എന്നുള്ളൊരു ഫോമിലേക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ഒരു എക്സാക്ട് ഇക്വേഷൻ ആയിരിക്കും. എം എന്ന് പറയുന്നത് വിത്ത് എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻസും എൻ എന്ന് പറയുന്നത് വൈയുടെ കൂടെ വരുന്ന ഫംഗ്ഷൻസും ആയിരിക്കും. ഓക്കെ, സോ ഇതിന്റെ സൊല്യൂഷൻ ഒബ്റ്റെയിൻ ചെയ്യാനുള്ള ഫോം ഇങ്ങനെയായിരിക്കും. ഇന്റഗ്രൽ എൻ ഡി എക്സ് പ്ലസ് integral of term of n not containing x into ty is equal to c. So let's do a question. The value of delta, so that differential equation 3x raised to 6 plus 2y cube into dx plus delta xy square into dy is equal to 0 will be exact. So this is m dx, this is n dy. So we'll just do dou m by dou y. So that is going to be y in the terms of 2y cube. So that is going to be 6y square. Here this is n. So we'll do dou n by dou x. So that is delta xy square. So that is going to be delta y square. We will equate here. Delta actually 6. Okay. So now we'll be moving to a topic, linear differential equation of second order. നമ്മൾ സെക്കൻഡ് ഓർഡർ ആണെന്ന് അറിയാലേ, അതായത് ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഒരു സെക്കൻഡ് ഡെറിവേറ്റീവ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു ലീനിയർ ഇക്വേഷൻ ആയിരിക്കും സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ അതിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് a2 of x into y double dash plus a1 of x into y dash plus a0 of x into y is equal to r of x എന്നാണ്. ഇവിടെ a0 of x ഉം a1 of x ഉം a2 of x എന്ന് പറയുന്നത് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ആണ്. a2 of x എന്തായിരിക്കില്ല, 0 ആയിരിക്കില്ല. കാരണം a2 of x 0 ആയി കഴിഞ്ഞാൽ അത് ഒരു ഫസ്റ്റ് ഓർഡറിലേക്ക് മാറും. കാരണം y ഡബിൾ ഡാഷ് ആണ് നമ്മുടെ ഈ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ക്രൂഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, എപ്പോഴാണ് ഈ ഒരു ഇക്വേഷൻ ഹോമോജീനസ് ആവുന്നത് നോക്കാം. അതായത് ഈ ഒരു ഇക്വേഷന്റെ ഫോം ഉണ്ട്, നമ്മൾ കണ്ടല്ലോ, a2 of x into y double dash plus a1 of x into y dash plus a0 of x into y is equal to r of x. ഇതിൽ r of x 0 ആണെങ്കിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഒരു ഹോമോജീനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് പറയും. ആൻഡ് ഇൻ കേസ് ഇത് r of x ഈക്വൽ അല്ല, മേ ബി അതിന് പകരം ഒരു കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് സപ്പോസ് എക്സ് ക്യൂബ് എക്സ് സ്ക്വയർ അങ്ങനെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് വാല്യൂ ആണ് തന്നതെങ്കിൽ നമുക്കതൊരു നോൺ ഹോമോജീനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് പറയാം.
ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ വൈയും അതിന്റെ ഡെറിവേറ്റീവ്സും നമ്മൾ ഒരു പവറിൽ മാത്രമാണ് റേസ് ചെയ്യുന്നത്. അതുപോലെ വൈ സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് ഐ ഡാഷ് എന്നുള്ള ടേംസ് ഉണ്ടെങ്കിൽ അത് ആക്ച്വലി ആ ഇക്വേഷൻ ലീനിയർ അല്ല, അതൊരു നോൺ ലീനിയർ ഇക്വേഷൻസ് ആയിരിക്കും. ഓക്കെ, അതുപോലെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നമ്മൾ സൈൻ വൈ അല്ലെങ്കിൽ ഇ റേസ് ടു വൈ ഡാഷ് തുടങ്ങിയ ടേംസ് ഒക്കെ നമ്മൾ കൂടുതലും പ്രൊഹിബിറ്റ് ചെയ്യാറുണ്ട്. എപ്പോഴും നമ്മുടെ ഇക്വേഷൻസ് സ്റ്റാൻഡേർഡ് ഫോമിൽ ആയിരിക്കണം എന്നില്ല. സോ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലും ആ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്കൊരു സൊല്യൂഷൻ തന്നിരിക്കുന്ന ഒരു സൊല്യൂഷൻ, ഒരു ഡിഫറൻഷ്യൽ നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു, അതുപോലെ ഒരു ആൻസർ തന്നിട്ട് അതൊരു സൊല്യൂഷൻ ആണെന്ന് നമ്മൾ വെരിഫൈ ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അതിലേക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. സപ്പോസ് ഈ ഒരു കേസ് നോക്കാം, എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് മൈനസ് എക്സ് വൈ ഡാഷ് മൈനസ് 3y ഈക്വൽ ടു 0. ഇതിൽ y ഈക്വൽ ടു എക്സ് ക്യൂബ് ഒരു സൊല്യൂഷൻ ആണെന്ന് വെരിഫൈ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ y എക്സ് ക്യൂബ് ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഒക്കെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് നമുക്ക് അവ എന്തൊക്കെയാണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ശേഷം ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് 0 എന്ന് തന്നെയാണ് ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ y ഈക്വൽ ടു എക്സ് ക്യൂബ് ഒരു സൊല്യൂഷൻ ആയിരിക്കും. So y equal to x cube ആണ്. So dy by dx is actually going to be 3x square. So what about d square y by dx square? That will be equal to 2 into 3 6x. Right. So നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So x square y double dash minus xy dash minus 3y is equal to x square into y double dash 6x ആണ് minus x into y dash എന്ന് പറഞ്ഞാൽ 3x square ആണ് minus 3 into y x cube ആണ്. So 6x square into 6x is going to be 6x cube minus 3x cube minus 3x cube. Subtract ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 0 ആണ്. So we can say that y equal to x cube is actually a solution of this differential equation. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിനെ കുറിച്ചാണ്. അതായത് y1 of x ഉം y2 of x എന്നുള്ളത് ഒരു ലീനിയർ ഹോമോജീനസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണെങ്കിൽ then y of x is equal to c1 y1 of x plus c2 y2 of x എന്നായിരിക്കും എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ ആക്ച്വലി ഒരു സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, y1 of x y2 of x സൊല്യൂഷൻ ആണെങ്കിൽ അതിന്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ c1 y1 of x plus c2 y2 of x എഴുതി കഴിഞ്ഞാലും ഇതൊരു സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, സപ്പോസ് നമ്മൾ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ y ഡബിൾ ഡാഷ് പ്ലസ് 5y ഡാഷ് പ്ലസ് 6y ഈക്വൽ ടു 0, e raised to minus 2x ഉം e raised to minus 3x ഉം ഒരു സൊല്യൂഷൻ ആണ് തന്നിട്ടുണ്ട്. സോ 3 e raised to minus 2x plus 6 e raised to minus 3x ഒരു സൊല്യൂഷൻ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ലെറ്റ്സ് റൈറ്റ് y is equal to 3 e raised to minus 2x plus 6 e raised to minus 3x. So now let's find y dash. That is going to be 3 into minus 2 is going to be minus 6. So minus 6 e raised to minus 2x plus 6 into 3 is 18. 18 e raised to minus 3x. Now y double dash is going to be minus 6 into minus 2 is 12. 12 e raised to minus 2x. 18 into minus 3 is, so this is actually minus, plus 54 e raised to minus 3x. നമുക്ക് ഇനി ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ y double dash plus 5y dash plus 6y is equal to 12 e raised to minus 2x plus 54 e raised to minus 3x plus 5 into y dash, that is minus 6 e raised to minus 2x minus 18 e raised to minus 3x plus 6 into 3 e raised to minus 2x plus 6 e raised to minus 3x. So here this is going to be 12 e raised to minus 2x plus 54 e raised to minus 3x plus 5 into minus 6 is going to be minus 30 e raised to minus 2x. 5 into minus 18 is going to be minus 90 e raised to minus 3x plus 6 into 3 is 18. So 18 e raised to minus 2x.
6 into 6 is 36. So plus 36 e raised to minus 3x. So when we add these terms, we can clearly see that 12 plus 18 is actually 30. 30 minus 30 is 0. 54 plus 36 is 90. 90 minus 90 is 0. Clearly, this is 0. So we can say that 3 e raised to minus 2x plus 6 e raised to minus 3x is actually a solution of this differential equation. Now, general solution to the homogeneous equation. Y1 of x ഉം y2 of x ഒരു സെക്കൻഡ് ഓർഡർ ലീനിയർ ഹോമോജീനസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ രണ്ട് സൊല്യൂഷൻസ് ആണെങ്കിൽ അതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് C1y1 of x plus C2y2 of x ആയിരിക്കും. ഇവിടെ C1 ഉം C2 കോൺസ്റ്റൻസ് ആണ്. നമുക്ക് എന്താണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് നോക്കാം. Suppose we have a differential equation ay dash plus by dash plus cy equal to 0. So, ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് a lambda square plus b lambda plus c equal to 0 എന്നുള്ളതാണ്. സോ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു കോൺസെപ്റ്റ് ആണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഇതിന്റെ സൊല്യൂഷൻ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് ഒബ്റ്റെയിൻ ചെയ്യേണ്ടത്. അതായത് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന മാതിരി ലാംഡ is equal to minus b plus or minus square root of b square minus 4ac by 2a എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷന് റൂട്ട്സ് ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. റൂട്ടിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ഉണ്ടാവും. സോ 3 കേസസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. റിയൽ ഡിസ്റ്റിങ്ക്ട് റൂട്ട് പോസിബിൾ ആണ്, ഒരു സിംഗിൾ റിപ്പീറ്റഡ് റിയൽ റൂട്ട് പോസിബിൾ ആണ്, അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് കോൺജുഗേറ്റ് റൂട്ട് പോസിബിൾ ആണ്. നമുക്ക് ഓരോ കേസും നോക്കാം. സപ്പോസ് റിയൽ ഡിസ്റ്റിങ് റൂട്ട്സ് λ1 λ2 എന്നുള്ള രണ്ട് റിയൽ റൂട്ടാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇ റേസ് ടു λ1 ഓഫ് എക്സും ഇ റേസ് ടു λ2 എക്സും അതിന്റെ ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻസ് ആയിരിക്കും. സോ അതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് C1 ഇ റേസ് ടു λ1 ഓഫ് എക്സ് പ്ലസ് C2 ഇ റേസ് ടു λ2 എക്സ് ആയിരിക്കും. ഇവിടെ C1 ഉം C2 ഉം കോൺസ്റ്റൻസ് ആണ്. ഇനി സെക്കൻഡ് കേസ് നോക്കുകയാണെങ്കിൽ ഇതിന് റിപ്പീറ്റഡ് റൂട്ട്സ് ലാംഡ എന്ന് പറയുന്ന റിപ്പീറ്റഡ് റൂട്ട്സ് ആണെങ്കിൽ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് C1 ഇ റേസ് ടു λ ഓഫ് എക്സ് പ്ലസ് C2 എക്സ് ഇ റേസ് ടു λ ഓഫ് എക്സ് ആയിരിക്കും. ഓക്കെ, ഇവിടെയും C1 ഉം C2 ഉം കോൺസ്റ്റന്റ് ആണ്. സപ്പോസ് നമുക്കൊരു ആൽഫ പ്ലസ് ഓർ മൈനസ് ബീറ്റ ഐ എന്നുള്ള ഒരു കോംപ്ലക്സ് കോൺജുഗേറ്റ് റൂട്ട് ആണ് ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് C1 ഇ റേസ് ടു ആൽഫ എക്സ് കോസ് ബീറ്റ എക്സ് പ്ലസ് C2 e raised to alpha of x into sin beta x ആയിരിക്കും. or e raised to alpha x into C1 cos beta x plus C2 sin beta x ആയിരിക്കും. ഇവിടെ C1 ഉം C2 കോൺസ്റ്റൻസ് ആണ്. ഓക്കെ, സോ ഇതാണ് ടോട്ടൽ. റിയൽ റൂട്ട്സ് ആണെങ്കിൽ C1 e raised to lambda of x plus C2 e raised to lambda of x. ലാംഡ എന്നുള്ള ഒരു വാല്യൂ റിപ്പീറ്റഡ് ആണെങ്കിൽ C1 e raised to lambda of x plus C2 x e raised to lambda of x. ആൽഫ പ്ലസ് ഓർ മൈനസ് ബീറ്റ ഐ ആണെങ്കിൽ ഇ റേസ് ടു ആൽഫ എക്സ് ഇൻറ്റു C1 കോസ് ബീറ്റ എക്സ് പ്ലസ് C2 സൈൻ ബീറ്റ എക്സ്. ഓക്കെ, നമുക്കൊരു ഇക്വേഷൻ സോൾവ് ചെയ്യാം. y ഡബിൾ ഡാഷ് പ്ലസ് 2y ഡാഷ് പ്ലസ് y ഇസ് ഈക്വൽ ടു 0. നമുക്ക് ആദ്യം ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതാം. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി ലാംഡ സ്ക്വയർ പ്ലസ് 2 ലാംഡ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0. ഇക്വേഷൻ നോക്കിയാൽ തന്നെ നമുക്ക് കാണാം ആക്ച്വലി ഇതൊരു ലാംഡ പ്ലസ് 1 ഹോൾ സ്ക്വയറിന്റെ ഒരു എക്സ്പാൻഷൻ ആണ്. ഓക്കെ, സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ലാംഡ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ലാംഡ പ്ലസ് 1 ഹോൾ സ്ക്വയർ 0 ആണെങ്കിൽ ലാംഡ ഇസ് ഗോയിങ് ടു ബി ലാംഡ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0. സോ ലാംഡ ഇസ് ഗോയിങ് ടു ബി മൈനസ് 1. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ആക്ച്വലി -1 ഉള്ള വാല്യൂ റിപ്പീറ്റഡ് ആയിരിക്കും, റൈറ്റ്? So the solution is going to be y is equal to general solution C1 e raised to minus x plus C2 x e raised to minus x. Another solution question okay. Y double dash minus 16y is equal to 0. The characteristic equation is going to be lambda square minus 16 is equal to 0. This is actually in the form a plus b into a minus b is equal to a square minus b square. So this can be written as lambda plus 4 into lambda minus 4 is equal to 0. Lambda plus 4 is 0 ആവാം, അല്ലെങ്കിൽ lambda minus 4 is 0 ആവാം. So possible solution എന്ന് പറയുന്നത് lambda is equal to -1 possible ആണ്. Sorry, -4 plus 4 possible ആണ്. So I can write lambda 1 is equal to -4, lambda 2 is equal to +4.
So, രണ്ട് distinct roots ആയതുകൊണ്ട് തന്നെ the general solution is going to be y is equal to c1 e raised to minus 4x plus c2 e raised to 4x. Okay. Let's see another question. Y double dash plus 16y is equal to 0. Characteristic equation is going to be lambda square plus 16 is equal to 0, or lambda square is equal to minus 16, or lambda is going to be square root of minus 16. That is going to be plus or minus 4i. So here general solution is going to be c1 cos 4x plus c2 sin 4x. Okay. So here alpha is actually a 0, only beta is 0. Okay. I hope this session was clear to you. We have revised all the concepts we have discussed in the previous classes. If you have any doubt, feel free to ask. Thank you so much.